ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കനില്ലാതെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു സവാള, പച്ചമുളക്, ഇത് തക്കാളിക്ക് പകരം ലവലോടിക്കയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇത് തയ്യാറാക്കാം. നമ്മളിതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 4ആയിട്ട് കീറി നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്, അന്നേരം കൊഴുപ്പ് കുറയും. നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. രൂപയ്ക്കയുടെ അരി നമുക്ക് ഏത് രീതി വേണമെങ്കിലും കളയാവുന്നതാണ്. ഒന്നീ വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് അരിച്ചെടുക്കുക. അങ്ങനെ ആയാലും ഇതിൻ്റെ അരി പോവും. ചേരുവയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് തേങ്ങ, മല്ലി, മുളക്, സ്വല്പം പെരിഞ്ചീരകം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് ഞാനിത് മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുകിടാം. ഈ സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൊഴുപ്പ് പെട്ടെന്നാണ് പോകുന്നത്. വെണ്ടയ്ക്ക എപ്പോഴും അങ്ങനെ ചെയ്യണം. ഇത് വെണ്ടയ്ക്ക എല്ലാം വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. നല്ല സ്വാദുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരുപോലെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു കറിയാണ്. ഇത് അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ചെറിയ തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു മണവും സ്വാദും ഒക്കെയാണ്. അപ്പോൾ ഇനി ചിക്കൻ കൂട്ടാത്തവർക്കും ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ ഇങ്ങനെ വെണ്ടയ്ക്ക കൂട്ടാൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. നമ്മുടെ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ വിജയകരമായിട്ട് നമുക്ക് പര്യവസാനിക്കാനും പുതിയ പുതിയ വെറൈറ്റികളുമായിട്ട്. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.